നിറയ്ക്കാൻ പോയ US വിമാനം തകർന്നു വീണ് 4 സൈനികർ മരിച്ചു. പടിഞ്ഞാറൻ ഇറാഖിലാണ് സംഭവം. അപകടത്തിന് പിന്നിൽ ആക്രമണമല്ല എന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചത്. ടെഹ്റാനിൽ ഖുദ്സ് ദിനത്തോടനുബന്ധിച്ച് നടന്ന ഭരണകൂട അനുകൂല റാലിക്കിടെ സ്ഫോടനം നടന്നു. സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഇറാനിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1444 എന്നതാണ് ഏറ്റവും പുതിയ വിവരം. മെറിൻ മേരി ചാക്കോ, ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം. മെറിൻ, ഇപ്പോൾ പുതിയ കണക്കുകൾ വരികയാണ്. 1000 കടന്നിരിക്കുന്നു, 2000 അടുക്കുന്നു. 2 ആഴ്ചയാവുകയാണ് യുദ്ധം ആരംഭിച്ചിട്ട്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് എന്തൊക്കെയാണ്? അനുജ, പശ്ചിമേഷ്യയിലെ യുദ്ധം അല്ലെങ്കിൽ കലുഷിതമായ ഒരു സാഹചര്യത്തിന് അയവില്ല. ഇപ്പോൾ ഈ യുദ്ധം 2 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1444 എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. 85,000-ലധികം പേർക്ക് പരിക്കേറ്റെന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഘർഷം അയവില്ലാതെ തന്നെ തുടരുകയാണ്. സമവായ ശ്രമങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതും ആശങ്ക ഏറ്റുന്ന കാര്യമാണ്. ഇസ്രായേലിലെ കേന്ദ്രങ്ങളിൽ ഇറാന്റെ ആക്രമണവും തിരിച്ചുമുള്ള ആക്രമണം നടക്കുന്നു. മാത്രമല്ല, ഗൾഫ് മേഖലകളിൽ ഇറാൻ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണെന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഒടുവിൽ പുറത്തുവരുന്നത് ഇറാഖിൽ ഇന്ധനം നിറയ്ക്കാൻ പോയ അമേരിക്കയുടെ വിമാനം തകർന്നു വീണിരിക്കുന്നു. ആ തകർന്നു വീണ് 4 സൈനികർ മരിച്ചെന്നുള്ള വിവരമാണ്. ഇപ്പോൾ US സെൻട്രൽ കമാൻഡാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. 6 പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ 4 പേർ മരിച്ചെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിന് ആക്രമണവുമായി ബന്ധമില്ല എന്നാണ് ഇപ്പോൾ US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നത്. നേരത്തെ ഈ ഒരു യുദ്ധത്തിൽ 14 US സൈനികർക്കാണ് ജീവൻ നഷ്ടമായതെന്നും US സെൻട്രൽ കമാൻഡ് ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. നേരത്തെ 2013 ഇത്തരത്തിൽ അമേരിക്കയുടെ യുദ്ധവിമാനം തകർന്നു വീണിരുന്നു. അഫ്ഗാനിസ്ഥാനിലുള്ള ആ മിഷന്റെ ഭാഗമായിട്ടാണ് അത് തകർന്നു വീണത്. അത് K-135 എന്ന വിമാനമാണ് അന്ന് തകർന്നു വീണത്. അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കയുടെ യുദ്ധവിമാനം തകർന്നു വീണിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ റിപ്പബ്ലിക്കൻസ് സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളൊരു വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് US കോൺഗ്രസിൽ. അതുകൊണ്ട് ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞേക്കാം ഈ ഒരു യുദ്ധം കാരണം. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ശ്രമങ്ങളും നടന്നു വരുന്നുള്ള വിവരവും വരുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ തന്നെ USS എബ്രഹാം ലിങ്കണിൽ അതിനു നേരെ ആക്രമണം ഉണ്ടായെന്നുള്ള വാർത്തകളും വന്നിരുന്നു. അതിനെല്ലാം ഇപ്പോൾ അമേരിക്ക നിരസിച്ചിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, JSS ജെറാദ് ഫോർഡിന് നേരെ തീപിടുത്തമുണ്ടായി. അതിൽ 2 നാവികർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇതൊന്നും ഈ യുദ്ധമായി ബന്ധമില്ലെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനായി പറഞ്ഞിരുന്നു, അതായത് ഇറാനിലെ പൗരന്മാരുടെ ജീവന്, അവരുടെ രക്തത്തിന് പകരം ചോദിക്കും. ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്നത് തുടരും എന്ന് തന്നെ. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളും അടയ്ക്കണം. ആ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും ഖമനേയി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം 2 ആഴ്ചയായിട്ടും സംഘർഷത്തിന് അയവില്ലാതെ തന്നെ തുടരുകയാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.